എൻ്റെ അടുത്ത് വന്നിട്ട് ആൽക്കഹോൾ മാറ്റിയവരുണ്ട്, സ്മോക്കിംഗ് മാറ്റിയവരുണ്ട്, ഡ്രഗ്സ് നിർത്തിയവരുണ്ട്. മൈൻഡ് കൺട്രോൾ ഈസ് ഇമ്പോസിബിൾ. പക്ഷേ ഏതൊരു വ്യക്തിയാണെങ്കിലും നേരെ വാഗാ ബോർഡറിൽ പോയിട്ട് അവിടെ ആ ഒരു ഉള്ളിലുള്ള ഭാരതീയൻ രക്തം തിളച്ച് പൊങ്ങി വന്ന് അവിടെ പറയുന്ന ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു 90 ഡേയ്സിൽ കൂടുതൽ ഒരിക്കലും ഒരു ക്ലയൻറ്റിൻ്റെ ഡാറ്റ കീപ്പ് ചെയ്യാൻ പാടില്ല. ഒരു നല്ല ഹിപ്നോതെറാപ്പിസ്റ്റിനെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുക? ഒരു കോമ്പറ്റൻ്റ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റാണ്. നമുക്ക് ആ ഒരു വ്യക്തിയെടുത്ത റാപ്പോ ഉണ്ട് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ, ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ടു മൂവ് ഫോർവേഡ് വിത്ത്. ഞാൻ ഹിപ്നോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും 2 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു എനിക്കുള്ളത്. നിങ്ങളിപ്പോൾ ഒരു തെറാപ്പിസ്റ്റ് പോയി ചെയ്തു, അബ്രിയേഷൻ വന്നു, അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കോമ്പിറ്റൻസി ഇവർക്കില്ലെന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നിട്ട് ആൽക്കഹോൾ മാറ്റിയവരുണ്ട്, സ്മോക്കിംഗ് മാറ്റിയവരുണ്ട്, ഡ്രഗ്സ് നിർത്തിയവരുണ്ട്. സ്പെസിഫിക് ആവുന്നില്ല, എനിവേ ഡ്രഗ്സ് നിർത്തിയവരുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഹിപ്നോതെറാപ്പി സെഷനിലൂടെ നമുക്ക് ഒരാളെ നിയന്ത്രിക്കാൻ പറ്റുമോ? അത് ശരിക്കും പറഞ്ഞ ഒരു മിത്താണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരാളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത്, ഇമാജിൻ എനിക്കിപ്പോൾ ഒരു ക്ലയൻറ്റ് വന്നു, ഞാനൊരു ഹിപ്നോട്ടൈസ് ചെയ്തു. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അവരുടെ ബാങ്ക് പാസ്വേഡോ ഫോണിൻ്റെ പാസ്വേഡോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെക്ക് എഴുതിപ്പിക്കാനായിട്ടുള്ള ഇതൊക്കെ ചെയ്യാമല്ലോ. സെഷൻ ചെയ്തു, ഓക്കെ, എനിക്കൊന്ന് കോടീശ്വരനാവണം, എന്നാൽ പിന്നെ അവരുടെ ബാങ്കിലുള്ള പൈസ എത്രയും ചെക്ക് കൺട്രോളിൽ ഒപ്പിടിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. ഈ അവരുടെ ഒരു മൊറാലിറ്റി, അവർ നിൽക്കേണ്ട രീതിയിൽ മാത്രമേ അവർ നിൽക്കത്തുള്ളൂ. അവർക്ക് വരുത്തേണ്ട മാറ്റം എന്താണോ ആ രീതിയിലുള്ള മാറ്റങ്ങൾ മാത്രമേ വിത്ത് ഹിപ്നോസിസ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ക്ലിയറർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ആർട്ടിസ്റ്റ് ആവണം എന്നുള്ളൊരു എക്സാമ്പിൾ വേണം. ഐ വോണ്ട് ടു ബിക്കം എ ആർട്ടിസ്റ്റ് എന്നും പറഞ്ഞു വന്നിട്ട് ഞാൻ സെഷൻ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളൊരു അടിപൊളി സിംഗറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സിംഗറാവില്ല. അവിടെ ആൾ വന്നേക്കുന്നത്, ആളുടെ ആവശ്യം ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത്. അപ്പോൾ കൊടുക്കുന്ന സജഷൻസ് അതിനനുസരിച്ച് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. സിനിമേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ലൈക്ക് ഹിപ്നോട്ടൈസ് ചെയ്തു, കൺട്രോൾ ചെയ്യുന്നു, ഇന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെയുള്ള രീതിയിൽ കാണും. ജസ്റ്റ് എക്സാജറേറ്റഡ് വേർഷൻ. ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ഒരു സീരീസിൽ കണ്ടു, മെൻ്റലിസം എന്ന് പറഞ്ഞൊരു സീരീസ് കണ്ടത്. അപ്പോൾ അതിനകത്തൊരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ പോയിട്ട് ഒരാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡെഡ് ബോഡി ഒരു ചാക്കാണെന്ന് പറഞ്ഞ് എടുത്ത് പൊക്കി കൊണ്ടുവന്നവരെടുത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകുന്നു. അവർ ഒരു ട്രാൻസ് സ്റ്റേറ്റിലാണെങ്കിൽ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റും. കുറച്ചൊക്കെ ഇൻ ദ സെൻസ് അവർക്ക് മുന്നിലിരിക്കുന്ന വ്യക്തി, നമ്മളിപ്പോൾ സ്റ്റേജ് ഹിപ്നോസിസിൽ കാണുന്ന ഒരു സാധനമാണ്, തൊട്ട് മുന്നിലിരിക്കുന്ന വ്യക്തിയെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ ലൈക്ക് ഒരു ഫേമസ് പേഴ്സണാലിറ്റി ആയിട്ടോ ഒക്കെ ഉള്ള രീതിയിൽ കാണുന്നത്. അതൊരിക്കലും മൈൻഡ് കൺട്രോൾ അല്ല. ആ സമയത്ത് ട്രാൻസ് സ്റ്റേറ്റിൽ ഒരു ഇമേജറി ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ ചെയ്യുന്നത്. മൈൻഡ് കൺട്രോൾ ഈസ് ഇമ്പോസിബിൾ. ഇപ്പോൾ ഈ ഒരു കൺട്രോളിങ് ആ ഒരു രീതി ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഒരുപാട് ആളുകൾ പറ്റിക്കുന്നില്ലേ ആളുകളെ? എങ്ങനെ പറ്റിക്കുന്നില്ല എന്നാ ഉദ്ദേശം? അതായത് ഹിപ്നോതെറാപ്പിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടൊക്കെ ആളുകൾ പറ്റിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ ചോർത്തിയെടുക്കുന്ന കേസസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഡാറ്റാസ് ഇൻ ദ സെൻസ് ലൈക്ക് അത്രയും പേഴ്സണൽ ഡാറ്റാസ് ഒരിക്കലും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് പോയി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടാത്ത ഡേറ്റാസ് അവർ ഒരിക്കലും കൊടുക്കത്തില്ല. കോൺഷ്യസ്ലി അവർക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ട് കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയുള്ളൂ. പിന്നെ അല്ലാതെ കുറച്ച് ട്രിക്സാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആഡ്സ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഈ ആഡ്സിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ലൈക്ക് ദർ ആർ സർട്ടൻ സൈക്കോളജിക്കൽ ടെക്നീക്സ് ദാറ്റ് ആർ ബീങ് യൂസ് ടു ഹെൽപ്പ് ദം മേക്ക് ദാറ്റ് ഡിസിഷൻ. ഇപ്പോൾ ചില സ്പീച്ചസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ആക്ച്വലി ഡയറക്റ്റ് ഹിപ്നോട്ടിസം അല്ല. ഇപ്പോൾ ചില വാക്കുകൾ നമ്മൾക്ക് കേൾക്കുമ്പോഴത്തേക്ക് അങ്ങ് ഹരം കൊണ്ട്, എന്ന് വെച്ചാൽ മുദ്രാവാക്യങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കൊക്കെ അങ്ങ് ഹരം കൊണ്ട് നമ്മൾ നിൽക്കും. വാഗാ ബോർഡറിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാം, നോർമലി ഒരു വ്യക്തി ഭാരതീയനാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ലൈക്ക് വലിയൊരിത് ഒരു ഇതൊന്നുമില്ല. പക്ഷേ ഏതൊരു വ്യക്തിയാണെങ്കിലും നേരെ വാഗാ ബോർഡറിൽ പോയിട്ട് അവിടെ ആ ഒരു പ്രൊസഷൻ, ആ ഒരു റിച്വൽ കാണാൻ വേണ്ടിയിട്ടിരിക്കുമ്പോഴല്ലോ ഉള്ളിലുള്ള ഭാരതീയൻ രക്തം തിളച്ച് പൊങ്ങി വന്ന് അവിടെ പറയുന്ന ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന ഒരു സാധനം ഇതുണ്ട്. അതൊരു സോഷ്യൽ ഇതാണ്. അതിന് ബാക്കിയുള്ളവർ അത് പറയുന്നു, ഒരു ക്രൗഡ് മെൻറ്റാലിറ്റി, അതെല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മുടെ ഉള്ളിൽ ഇതിനകത്ത് കയറുന്നത്. പാർട്ട് ഓഫ് ഹിപ്നോട്ടിസം എന്നുള്ളത് പറയാം. ലൈക്ക് ട്രാൻസ്ലേറ്റിലേക്ക് ചെറുതായിട്ട് പോകുന്നു, ബട്ട് ഇറ്റ്സ് നോട്ട് ഹിപ്നോട്ടിസം. അപ്പം പേഴ്സണൽ ഡേറ്റാസ് ഒന്നും അങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യം വരില്ല.
ഒരു സെഷനിൽ നമ്മൾ പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പേഴ്സണൽ ഡേറ്റയും ഷെയർ ചെയ്യേണ്ട കാര്യമില്ല. ഷെയർ ചെയ്യേണ്ടത് ലൈക്ക് ബർത്ത് ഡേറ്റ് ഷെയർ ചെയ്യേണ്ടി വരും, നെയിം ഷെയർ ചെയ്യേണ്ടി വരും, പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ഷെയർ ചെയ്യേണ്ടി വരും, സം തിങ്സ് അബൌട്ട് ചൈൽഡ്ഹുഡ് മോസ്റ്റ് പ്രോബബ്ലി ഷെയർ ചെയ്യേണ്ടി വരും, പിന്നെ വാട്ട് ഡു യു വാണ്ട് എന്നുള്ളത് ഷെയർ ചെയ്യേണ്ടി വരും. അതിൽ കൂടുതലൊന്നും നിങ്ങൾ ഷെയർ ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഷെയർ ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന തെറാപ്പിസ്റ്റിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഫോളോ അപ്പിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കുറച്ച് വിഷയം. അല്ലാത്ത രീതിയിൽ ലൈക്ക് ബാങ്ക് അക്കൗണ്ട് ബാലൻസോ അല്ലെങ്കിൽ അക്കൗണ്ട് പിന്നോ മൊബൈലിൻ്റെ പാസ്വേഡോ മൊബൈൽ തുറന്ന് കാണിക്കാനോ അങ്ങനെയുള്ള രീതിയിൽ ഒരു സാധനവും പ്രൈവസി എന്ന് പറയുന്നൊരു സാധനം സ്ട്രിക്ട്ലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ ഡാറ്റാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത്രയും സേഫ് കെപ്റ്റ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കും. ഡിജിറ്റലി സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ ആണെന്നുണ്ടെങ്കിലും അത്രയും പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഹാർഡ് കോപ്പീസൊക്കെ ആണെന്നുണ്ടെങ്കിലും ലൈക്ക് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു സ്പേസിലായിരിക്കും. ഒരിക്കലും ജസ്റ്റ് അലക്ഷ്യമായിട്ട് വലിച്ചിടുന്ന ആ ഒരു രീതിയിൽ വെക്കില്ല. ആൻഡ് അത് കീപ്പ് ചെയ്യുന്നതിന് ഒരു സ്പെസിഫിക് ടൈമിങ് പറയുന്നത് ഒരു 90 ഡേയ്സിൽ കൂടുതൽ ഒരിക്കലും ഒരു ക്ലയൻറ്റിൻ്റെ ഡാറ്റ കീപ്പ് ചെയ്യാൻ പാടില്ല. ഇത് ഇന്ത്യൻ റൂൾസ് അല്ല, ഇൻ്റർനാഷണൽ റൂൾസ്. ഞാൻ അവിടുന്ന് പഠിച്ചതുകൊണ്ട് തന്നെ അവിടുന്ന് ഫ്രെയിം ചെയ്ത് വന്ന ഒരു മോറൽസ് അല്ലെങ്കിൽ ആ ഒരു എത്തിക്സ് ഫോളോ ചെയ്യണം എന്നുള്ളൊരിതുകൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. ഒരു നല്ല ഹിപ്നോതെറാപ്പിസ്റ്റിനെ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദാറ്റ് പേഴ്സൺ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെടുത്ത് പോയി ഹിപ്നോതെറാപ്പി ചെയ്യേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. നോർമലി ഒരു ഹിപ്നോസിസ് സെഷൻ വരുമ്പോഴത്തേക്കും പലരും ചെയ്യുന്ന ഒരു ഇൻടേക്ക് കോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്കവറി കോൾ എന്ന് പറഞ്ഞിട്ട് എടുക്കാറുണ്ട്. സ്റ്റാർട്ടിംഗ് കോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാറുള്ളത് ഒരു 30 മിനിറ്റ്സ് ഡിസ്കവറി കോളിനകത്ത് ഞാൻ ആരാണ്, ആദ്യം അവരുടെ കുറിച്ചിട്ട് എനിക്ക് അറിയാൻ പോകുന്നത്, അവർക്ക് എന്താണ് പ്രശ്നം, എങ്ങനെയൊക്കെയാണ്, എന്നെക്കുറിച്ച് അറിഞ്ഞതിനെ പറ്റി പോലും അറിയേണ്ട കാര്യമില്ല. ലൈക്ക് പ്രശ്നത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ദെൻ യു ആസ്ക് ദ ക്വസ്റ്റ്യൻ ടു ദ തെറാപ്പിസ്റ്റ്. അവരാരാണ്, അവരുടെ ക്രെഡൻഷ്യൽസ് എന്താണ്, പഠനം, പിന്നെ കോമ്പിറ്റൻസി കുറേയൊക്കെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു തെറാപ്പിസ്റ്റാണ്, നമുക്ക് ആ ഒരു വ്യക്തിയെടുത്ത റാപ്പോ ഉണ്ട് എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ, ഇറ്റ്സ് ആക്ച്വലി ഗുഡ് ടു മൂവ് ഫോർവേഡ് വിത്ത്. ദർ ആർ പീപ്പിൾ ലൈക്ക് ഒരു ഹിപ്നോട്ടിസം പഠിച്ചു എന്നുള്ളതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം കയറി തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ പോകാറുള്ളവരുണ്ട്. ലൈക്ക് ഈവൻ ഐ തിങ്ക് ഡ്യൂറിങ് മൈ ഇനീഷ്യൽ ഫേസ് ഞാൻ ഹിപ്നോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും 2 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. 3 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, ലെവൽ 1 എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഗൈഡഡ് മെഡിറ്റേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നു. റിഗ്രഷൻ എന്താണെന്നുള്ളത് കാണിച്ചു തന്നു, പഠിപ്പിച്ചിട്ടില്ല. ലെവൽ 2 വന്നപ്പോൾ റിഗ്രഷനെ കുറിച്ച് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് ടെക്നിക്സ് ആയിട്ട് കുറേ പഠിച്ചു. പിന്നെ NLP പഠിച്ചു, CBT പഠിച്ചു, പിന്നെ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് പഠിച്ചു. ഇതെല്ലാം ഓരോ സെറ്റ് ഓഫ് ട്രെയിനിങ് ആണ്. പക്ഷേ ഇവിടെ ട്രെയിൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ക്ലയൻറ്റിനെ ഡയറക്റ്റ് ഫേസ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ലൈക്ക് അവിടെ പിയർ ടു പിയർ പ്രാക്ടീസ് കാണും. ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കുള്ള മെൻറ്റർഷിപ്പോ സൂപ്പർവിഷനോ ഒന്നും നമുക്ക് അവിടെ കിട്ടുന്നില്ല. അത് ആക്ച്വലി ഒരു ഡൗൺഫോൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു മെൻറ്റർഷിപ്പ് കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കോച്ചിങ് സ്പേസിൽ ആക്ച്വലി അങ്ങനെ ഒരു ഇത് മാൻഡേറ്ററി ആയിട്ട് കീപ്പ് ചെയ്യുന്നൊരു ഏരിയയാണ് കോച്ചിങ്ങിനകത്ത്. ഹിപ്നോതെറാപ്പിക്കകത്ത് സ്റ്റഡി അവേഴ്സ് മാത്രമാണ് പറയുന്നത്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് ഒരു 220 അവേഴ്സ് ഒരു സ്റ്റഡി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം, ഒരു ട്രെയിൻഡ് പ്രൊഫഷണൽ അണ്ടറിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ പറയുന്ന അവേഴ്സിൽ പ്രോപ്പറായിട്ട് അബ്രിയാക്ഷൻസ് ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം, ഇൻഡക്ഷൻസ് ഏത് രീതിയിലൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം, ക്ലയൻസിനുണ്ടാവാൻ പോകുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാം, ഓരോ ഇഷ്യൂസിനനുസരിച്ചുള്ള ടൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ട്രെയിൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ദെൻ യു ആർ ഇൻ എ സേഫ് ഹാൻഡ്. അല്ലാത്ത പക്ഷം അത് ചെയ്യാൻ പോകും. അല്ലാത്ത പക്ഷം ബി കെയർഫുൾ. കാരണം അബ്രിയാക്ഷൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് റിയാക്ഷൻസ്. അബ്രിയാക്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നെഗറ്റീവ് റിയാക്ഷൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ക്ലയൻറ്റ് സെഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ട്രോമ, ഈ ട്രോമയ്ക്ക് ഒരു റിയാക്ഷൻ ഉണ്ടാവാം. ലൈക്ക് മേ ബി ദ ക്ലയൻറ്റ് വിൽ ക്രൈ, അല്ലെങ്കിൽ ചിലപ്പോൾ ഷൗട്ട് ചെയ്യാം. അബ്രിയാക്ഷൻസ് ഏത് രീതിയിലാവാം. ഈ ക്രൈയിങ് മാത്രമേ ചിലപ്പോൾ പറഞ്ഞു തരത്തുള്ളൂ. ലൈക്ക് ഇങ്ങനെയൊക്കെ അബ്രിയാക്ഷൻസ് ആണ്. ഐ ഹാവ് സീൻ സൈക്കോളജിക്കൽ ചേഞ്ചസ്. ലൈക്ക് ആ ഒരു വ്യക്തി ഇങ്ങനെ ഒരു സ്റ്റില്ലായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോയിട്ട് പയ്യെ ഇങ്ങനെ ഒതുങ്ങിക്കൂടുകയാണ്, ബോഡിയൊക്കെ ചില്ലാവുന്ന ഒരവസ്ഥയിലേക്ക് വരണം. ദാറ്റ്സ് ആക്ച്വലി ആൻ അബ്രിയാക്ഷൻ. ഒരു നമ്പ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് അബ്രിയാക്ഷനാണ്.
അപ്പോൾ ഈ പറയുന്ന ഓരോ അബ്രിയാക്ഷൻസും എങ്ങനെയാണെന്നുള്ളത്, അത് വരുന്നത്, അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് പഠിച്ചിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു തെറാപ്പിസ്റ്റിൻ്റെ പോയി ചെയ്തു, അബ്രിയാക്ഷൻ വന്നു, അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കോമ്പിറ്റൻസി ഇവർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നെക്സ്റ്റ് ലെവൽ ട്രോമയിലേക്ക് പിന്നീട് പോകും. ആക്ച്വലി കുറച്ച് നാൾക്ക് മുന്നേ ഒരു കോൺവെർസേഷൻ ഒരു സൈക്കോളജിസ്റ്റുമായിട്ടുണ്ടായി. റാൻഡം ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ഈ ഒരു കോൺവെർസേഷൻ വരുന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം ഇതാണ്. എന്നെ നേരിട്ട് പുള്ളിക്കാരിക്ക് അറിയത്തില്ല, ഫോൺ കോളിലൂടെയാണ്. വാട്ട് ഡു യു ഡു? ഐ എം എ ഹിപ്നോതെറാപ്പിസ്റ്റ്, ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഹൗ ഡിഡ് യു ബിക്കം എ ഹിപ്നോതെറാപ്പിസ്റ്റ്? ഞാൻ എൻ്റെ പാത്വേ ഫുള്ള് പറഞ്ഞു. ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ്റെ പറഞ്ഞില്ല, എൻ്റെ ആ സമയത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ഞാൻ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാൻ മാസ്റ്റേഴ്സ് പഠിക്കുമ്പോൾ പോലും ഇന്ന രീതിയിൽ ഹിപ്നോസിസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ഫേസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇത്രയും വർഷം കഷ്ടപ്പെട്ട് ഞാൻ പഠിക്കാത്ത ഇൻഫർമേഷൻ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം അവിടെ ചോദിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ ഒരു ഇത് ചോദിച്ചത്? അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞതിനകത്ത് പോയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും ടെക്നീക്സ് ഹാൻഡിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഞാൻ അതെന്താ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ എനിക്കിതേപോലെ ഒരു ക്ലയൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ വന്ന ക്ലയൻറ്റ് ആക്ച്വലി ഹിപ്നോസിസ് ചെയ്തിട്ട് ഒരു നെഗറ്റീവ് റിയാക്ഷൻ വന്നിട്ട് എഫക്റ്റ് ആയി പോയൊരു വ്യക്തിയാണെന്ന് പറഞ്ഞു.